അപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഇന്നിപ്പം സന്യാസി വര്യൻ ഇൻ്റർവ്യൂ നടന്നപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, എൻ്റെ ഈ ചികിത്സാ പഠനം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു വെപ്രാളം. ആ കാര്യം, ഇത് മുഴുക്കെ എനിക്ക് പഠിക്കാൻ സാധിക്കുമോ, എൻ്റെ ഉള്ളിൽ നിൽക്കുമോ, എനിക്ക് പ്രായം എത്രയായി എന്നൊക്കെ ഉള്ളൊരു തോന്നൽ എനിക്ക് വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഈ തോന്നൽ ഗുരു മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒരു വെപ്രാളം ഉണ്ടല്ലേ, എന്ത് ചെയ്യും, ഞാനിതെങ്ങനെ പഠിക്കും, ഇത്രയും എനിക്ക് പഠിക്കാൻ സാധിക്കുമോ, വലിയ വലിയ ഗ്രന്ഥങ്ങളാണ് എന്ന് ചോദിച്ചിട്ട് പുള്ളി പറഞ്ഞു, കൂടുതലൊന്നും വെപ്രാളപ്പെടാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഒന്ന് കണ്ടാൽ അതിൻ്റെ ലക്ഷണം മനസ്സിലാക്കാനും ഇന്നതാണ് കുഴപ്പമെന്ന് മനസ്സിലാക്കാനും സതീഷ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ഉദാഹരണം പുള്ളി പറഞ്ഞത്, ഒരു ചെറിയൊരു രത്നം ഒരു കരിയില കൂട്ടത്തിൻ്റെ ഇടയ്ക്കുണ്ട്, അതറിയാം. പക്ഷെ ആൾക്കാരാരെങ്കിലും നോക്കണമെന്ന് ചോദിച്ചിട്ട് ഒരു വല്ലവും കൊണ്ടുപോയി ആ കരിയില വരാൻ നിൽക്കരുത്, അതിനകത്തുള്ള രത്നം മാത്രം എടുക്കുക, അത് മാത്രം ചെയ്താൽ മതി. ഇനി കൂടുതൽ വെപ്രാളമായിട്ടൊന്നും ചിന്തിക്കേണ്ട. അതെനിക്കൊരു പാഠമായിട്ട് മാറി. ശ്രമം എന്ന് പറയുമ്പോൾ അറിയാനുള്ളൊരു ശ്രമം, അതാണ് ആ ശ്രമം. മാതാ പിതാ ഗുരു ദൈവം, അറിവ് നമ്മളിൽ ലഭിക്കുന്നു, അവരിൽ നിന്നും ലഭിക്കുന്നു. അത് വീണ്ടും വീണ്ടും അത് തന്നെ അറിഞ്ഞത് ശരിയാണോ എന്ന് അറിയാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം അറിവിന് വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.